ഉറങ്ങി എണീറ്റാലുള്ള കൈകളിലെ തരിപ്പ് അഥവാ മരവിപ്പ് നമ്മൾ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുമ്പോൾ, എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോഴോ, കാര്യങ്ങൾ പണികളൊക്കെ ചെയ്യുമ്പോൾ, ഈവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കറികളൊക്കെ ഇളക്കുമ്പോൾ അപ്പോഴൊക്കെ ഉണ്ടാവുന്ന കൈകളിലെ തരിപ്പ്, വേദന, ഈ ഭാഗത്തേക്കുള്ള നീർക്കെട്ട്, അതുപോലെ തന്നെ നമ്മൾ പല ജോലികളും ചെയ്യുമ്പോൾ ആ ജോലിയിലൊക്കെ നമുക്ക് കൈ മരവിച്ചിട്ട് കുറച്ച് സമയത്തേക്ക് ബുദ്ധിമുട്ടാവുക. രാവിലെ തന്നെ ഈ തരിപ്പ് മരവിപ്പൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് റെഡിയാവും. കുറച്ചിങ്ങനെ മസാജ് ചെയ്ത് കുറച്ചിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും അത് റെഡിയായി വരും. ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം, CTS. ഇത് നമ്മുടെ നെർവിന് വരുന്ന ഒരു കംപ്രഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന തരിപ്പാണ്. അതായത് നമ്മുടെ നട്ടലിൽ നിന്നും വരുന്ന നെർവ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിയിട്ട് നമ്മുടെ റിസ്റ്റ് ഭാഗത്ത്, ഈ ഭാഗത്ത് ഒരു കാർപ്പൽ ടണൽ എന്നുള്ള സ്ട്രക്ചർ ഉണ്ട്. അതിനുള്ളിലൂടെ വരുമ്പോഴുണ്ടാകുന്ന അവിടെയുള്ള പല സ്ട്രക്ചർ കാരണം അവിടെ കംപ്രസ്ഡ് ആയി പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്രഷർ ഫീൽ ചെയ്യും. ഈ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് ഈ 3 വിരലുകളിലേക്കാണ് കൂടുതലായിട്ട് തരിപ്പ് അനുഭവപ്പെടാറ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് തരിപ്പ് അനുഭവപ്പെടുകയും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നീർക്കെട്ടായി, വേദനയായി, നല്ല വേദന വരുന്നവരൊക്കെ ഉണ്ട്. ഇതെങ്ങനെയുള്ള ആളുകളെല്ലാം കൂടുതലായിട്ട് കാണുന്നത് വെച്ചാൽ അത്യാവശ്യം വണ്ണുള്ള ആളുകളിൽ ഇത് കാണാറുണ്ട്. ഒബിസിറ്റി ഇതിനൊരു കാരണമാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരിൽ ഇങ്ങനെ കാണാറുണ്ട്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുകയാണെന്നും ഇപ്പം ഇങ്ങനെ ചെയ്ത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, IT ഫീൽഡിലൊക്കെ ഉള്ളവർക്കൊക്കെ കൂടുതലായിട്ടും ഈ ഭാഗത്തേക്കുള്ള മൂവ്മെന്റ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് അത്തരക്കാരെല്ലാം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വേറെ നമ്മുടെ ഡ്രൈവേഴ്സ് ഡ്രൈവ് ചെയ്തു 2 വീലേഴ്സ് ഡ്രൈവ് ചെയ്യുന്നവരിൽ, അതുപോലെ ടൈലറിങ് ചെയ്യുന്നവരിൽ, ബാർബേഴ്സിൽ, ഒത്തിരി നേരം കൈകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് സന്ധിവാതം ഉണ്ടോ എന്നുള്ളത്. സന്ധിവാതം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഇത് മാറുള്ളൂ. അതുപോലെ തന്നെ പ്രമേഹമുള്ളവരിൽ ഉണ്ടാവും. കൂടാതെ ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകളിൽ നമുക്ക് ഈ CTSന്റെ ബുദ്ധിമുട്ട് വളരെ നല്ല രീതിയിൽ തന്നെ കാണാറുണ്ട്. സോ അതെല്ലാം കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ നട്ടലിൻ്റെ ഭാഗത്ത്, നമ്മുടെ കഴുത്ത് ഭാഗത്തുള്ള നട്ടലിൽ നമുക്ക് എന്തെങ്കിലും സെർവിക്കൽ സ്പോണ്ടൈലോസിസ്, തേയ്മാനത്തിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഇത്തരത്തിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ കൈ വെച്ച് കിടക്കുന്നതിൻ്റെ പൊസിഷനിലുള്ള ചേഞ്ചസ് കൊണ്ട് ഇങ്ങനെ വരാം. അതായത് നമ്മൾ കൈ മടക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, കൈ വെച്ചിട്ട് കിടക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലുള്ള തരിപ്പ് അനുഭവപ്പെട്ട് തുടങ്ങും. CTS ഉള്ള ആളുകളിൽ നമുക്കിവിടെ അങ്ങനെയുള്ള റിസ്റ്റ് ബ്രേസസ്, സ്പ്ലിൻറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചൊക്കെ അതിനുള്ള ആശ്വാസം കിട്ടും. നമ്മളിത് കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ, നമ്മളൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ കൈ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരാറുണ്ട്. കയ്യിൽ തരിപ്പ് വരുമ്പോൾ തന്നെ നമ്മൾ ഒറ്റ കയ്യിൽ ചിലപ്പോൾ അങ്ങനെ രാവിലെ എണീക്കുമ്പോൾ മാത്രമുള്ള ചെറുതായിട്ടുള്ള തരിപ്പൊക്കെ ഉണ്ടായി തുടങ്ങുകയാണെങ്കിൽ പോലും നമ്മളത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം നെർവാണ് ഡാമേജ്ഡ് ആയി പോകുന്നത്. ഒരുപാട് നാളുകൾ നമ്മൾ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പാരാലിസിസ് എന്നുള്ള രീതിയിലേക്ക് ഒരു വീക്ക്നെസ്, നെർവിനൊരു വീക്ക്നെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് അത് വീണ് പോവുക, നമുക്ക് കാര്യപ്പെട്ടെന്ന് മുറുക്കി പിടിച്ചിട്ട് ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ പറ്റാതിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ തുണിയൊക്കെ പിഴിയുമ്പോഴൊക്കെ നമുക്ക് ഒരു പ്രയാസം അനുഭവപ്പെടുക, ഒരു ഫലം കിട്ടാത്തൊരു പ്രയാസം ഉണ്ടാകുക. ഇങ്ങനെയൊക്കെ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാം. അതുപോലെ തന്നെ സർജറി ചെയ്യുന്ന പലരിലും ഇത് വീണ്ടും തരിപ്പായിട്ടും അതുപോലെ കൈയിനൊരു ഫലക്കുറവായിട്ടൊക്കെ കണ്ടുവരാറുണ്ട്. സോ കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെഡിക്കേഷൻസ് രീതിയിൽ, അതായത് നമ്മൾ പെയിൻ ഉണ്ടാകുകയാണെങ്കിൽ പെയിനിനുള്ള മെഡിസിൻസ്, അല്ലെങ്കിൽ തരിപ്പിൻ്റെ മെഡിസിൻസ്, നീർവീഴ്ച ഉണ്ടെങ്കിൽ നീർക്കെട്ടിനുള്ള മെഡിസിൻസ്, ഇങ്ങനെ ചെയ്തു പോയാൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് ആശ്വാസം ഉണ്ടാവുമെങ്കിലും പിന്നെ അത് വരും. സോ ഇത് വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് നോക്കുക. സന്ധിവാതമാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ അത് കൺട്രോളിലാക്കാൻ നോക്കുക, അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ജോലി അത് തന്നെ ചെയ്ത് തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാറുക. അതല്ലെങ്കിൽ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല കീബോർഡുകൾ, മൗസുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. എർഗണോമിക് കീബോർഡുകളൊക്കെ അവൈലബിൾ ആണ്. സോ അത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളാണ്, സിമ്പിളായിട്ടുള്ള എക്സസൈസ്. നമ്മൾ ജോലിക്കിടയിലും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. അത് ചെയ്തു തുടങ്ങുക. ഈ കുഞ്ഞു കുഞ്ഞു തരിപ്പായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആ എക്സസൈസുകൾ ചെയ്യാം. സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ്. ഇതുപോലുള്ള ബോൾസ് നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതുപോലുള്ള മൂവ്മെൻറ്റ്സ്, അത് എപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ നമുക്ക് ചെയ്യാം. ഇതുപോലുള്ള
ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൈ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ മടക്കി പിടിക്കാം. പെയിൻ ഉണ്ടാവും. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പിന്നെ ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് വിടുക. വീണ്ടും ഇതുപോലെ ചെയ്യാം. ഇത്തരത്തിലുള്ള ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യുക. ഒരു 5 to 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. വീണ്ടും റിലീസ് ചെയ്യുക. ഇങ്ങനെ രാവിലെയും വൈകിട്ടുമായിട്ട് നമുക്ക് ഒരു 5 തവണ ഓരോന്നും ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് CTS ഉള്ള ആളുകളിൽ നമ്മൾ ഈ കൈ ഈ ഒരു മൂവ്മെൻറ്റിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ഉണ്ടാവും. ഇതുപോലെ പിടിച്ചാൽ നമുക്ക് പെയിൻ ഉണ്ടാവും. ഈ ഭാഗത്തേക്ക് പെയിൻ ഉണ്ടാവും. എന്നാൽ നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് നമ്മൾ ഇതുപോലെ പ്രയർ സ്ട്രെച്ച് എന്ന് പറയാം. പ്രയർ ചെയ്യുന്ന പോലെ ഇങ്ങനെ പിടിക്കുക. ഇത് താഴോട്ടാക്കി കൊടുക്കുക. താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് പിടിക്കാം. ഓക്കെ, അങ്ങനെ ഒരു 10 പ്രാവശ്യം നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഈ 2 കൈ ഇങ്ങനെ കോർത്ത് പിടിക്കാം. ഇതുപോലെ ഇങ്ങനെ കോർത്ത് പിടിച്ചതിന് ശേഷം ഇത് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മൂവ്മെന്റ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ളൊരു ബോട്ടിൽ എടുക്കുക. ഇതിൽ വെള്ളമുണ്ട്, കനമുണ്ട്. ഇങ്ങനെ ഒരു സപ്പോർട്ടിൽ നമ്മൾ കൈ വെക്കുക. ഇതിങ്ങനെ പിടിക്കാം. ഇതുപോലെ ഇതൊന്ന് ഇങ്ങനെ പൊക്കുക, താഴ്ത്തിയിടാം, വീണ്ടും പൊക്കുക, താഴ്ത്തിയിടാം. ഇതേ ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ചെയ്തു നോക്കാം. വണ്ണമുള്ള ആളുകളാണെങ്കിൽ വണ്ണം കുറക്കുന്നതിലൂടെയും നമുക്ക് അണ്ടർലൈൻ ആയിട്ട് മേൽപ്പറഞ്ഞ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല അസുഖങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലൂടെയും, അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള വർക്ക് ചെയ്തിട്ടാണെന്ന് വരുന്നെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതെങ്കിൽ നമുക്കതിൽ മാറാൻ സാധിക്കുമെങ്കിൽ മാറാം. അതല്ലെങ്കിൽ നമ്മൾ അതിന് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൗസ് പാഡും കീബോർഡും ഒക്കെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഈ ജോലിക്കിടയിൽ നമുക്ക് നിർത്തി ചെയ്യാൻ പറ്റുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു എക്സസൈസുകളൊക്കെ ആയിട്ട് ചെയ്യുക. കൂടാതെ നമുക്ക് ഫലപ്രദമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സയുണ്ട്. ഹോമിയോപ്പതിയിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വേദന, തരിപ്പ്, നീർക്കെട്ട് പോലുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റിന് പുറമെ നമുക്ക് ഈ ഭാഗത്തേക്കുള്ള കംപ്രഷൻ കുറക്കാനുള്ള മെഡിസിൻസും കൂടിയാണ് കൊടുക്കുന്നത്. ഐ എം ഡോക്ടർ നഹീമ, ആരോഗ്യ ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഇടവണ്ണ, മലപ്പുറം.